ഇത്തവണ സ്ക്വിഡിന്റെ ഒരു ഡിഷാണ്. സ്ക്വിഡ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും വേഗത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന, പൊതുവേ മലയാളികൾ ഓവർ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ 2 മിനിറ്റാണ് ഈ സ്ക്വിഡിൻ്റെയൊക്കെ ഒരു കുക്കിംഗ് ടൈം. അപ്പോൾ ഇന്നൊരു ഗ്രിൽഡ് സ്ക്വിഡും ചീരയില സ്പിനച്ചും കൂടെ വിൽട്ട് ചെയ്തിട്ടുള്ള ഒരു 10 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് കൊണ്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. സിമ്പിൾ 5 മിനിറ്റ് കൊണ്ട്. അപ്പോൾ എന്നെ പോലെ മടിയുള്ളവർക്ക് പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? സോ നമ്മൾ ആദ്യം തന്നെ സ്ക്വിഡ് ജസ്റ്റ് ഒന്ന് റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് മറിനേറ്റ് ചെയ്യാണ്. മഞ്ഞപ്പൊടി മാത്രം, മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകുമാണ്. ഇതിപ്പോ ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡ് അല്ലേ? യെസ്. ഓക്കെ, അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്. യെസ്. ഓക്കെ. കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തിട്ട്. ഓക്കെ. യെസ്. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന, ഐ മീൻ ക്ലീൻ ചെയ്ത് വെച്ച സ്ക്വിഡിലേക്ക് ആകെ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ഇട്ടു. അതിന് മുൻപായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ആൻഡ് കുറച്ച് ഉപ്പ്. ഇത്ര മാത്രമേ ആകെ ഇട്ടിട്ടുള്ളൂ. അരിയണ കണ്ടിട്ട് കൊതിയാവുന്നു. ഞാനിതൊക്കെ അരിഞ്ഞ് പറഞ്ഞെങ്കിൽ തന്നെ ഈ പറഞ്ഞ 5 മിനിറ്റ് 10 മിനിറ്റ് ആവും. അരിയാൻ മാത്രം 10 മിനിറ്റ്, പിന്നെ കുക്ക് ചെയ്യാൻ 1/2 മണിക്കൂർ. നമുക്ക് ബട്ടറിലും വെളിച്ചെണ്ണയിലും കുക്ക് ചെയ്യാം. ഇത് ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇപ്പോ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അല്ലേ? ഓക്കെ. ഇത് അതിൽ ആഡ് ചെയ്യണില്ല അല്ലേ? ഇല്ല. ഓക്കെ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ക്വിഡ് മാത്രമാണ് ബട്ടർ ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഈ സ്ക്വിഡിന്റെ തല ചിലർ ഒഴിവാക്കാറുണ്ട് അല്ലേ? സ്ക്വിഡിന്റെ തലയില്ലേ, അത് ചിലർ ഒഴിവാക്കാറുണ്ട്, നല്ലതല്ല പറഞ്ഞിട്ട്. ക്ലീൻ ചെയ്തിട്ട് ഈ തല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടാ അവരുടെ. കൂന്തള് ഫ്രൈ ആയാലും ഗ്രേവി എന്ത് ചെയ്യുമ്പോഴും പൊട്ടിത്തെറിക്കും. അതെ അതെ, ഇത് പൊട്ടിത്തെറിക്കാറുണ്ട്. ഇതിപ്പോ പൊട്ടിത്തെറിക്കുന്നത് കാണാത്തോണ്ട് അതിന് വല്ല ടെക്നിക്കും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇല്ലില്ല, ടെക്നിക്കൊന്നുമില്ല. നമ്മള് സ്ക്വിഡ് റിംഗ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് അത് പൊട്ടാത്തത്.